അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ പെരുന്നാളിൻ്റെ 4ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നൈസായിട്ടൊന്ന് ഡ്രസ്സ് എടുക്കാൻ പോകണാണ്. അത് കുറച്ച് നാളത്തേക്ക് ഇടാൻ വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അനിയനായിട്ട് പോവുകയാണ് ഗൈസ്. നേരെ ഷോപ്പിലെത്തിയിട്ട് വരാം ഗൈസ്. കുറേ നോക്കി എനിക്ക് ഈ ഒരു ഷർട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. അതിൽ ഇത് ഫിക്സ് ചെയ്യാൻ എടുത്തിട്ട് വരാം. ഓക്കെ, ഞാൻ കുറേ ഡ്രസ്സ് എടുത്ത് തപ്പി മതിയായി. ഒരു ജീൻസും ഒരു ടീഷർട്ടും എടുത്ത് ഇറങ്ങിയേട്ടാ അൽറ്റി. കാരണം ടീഷർട്ടും ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ് ഗൈസ്, കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. മടുത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നേരെ വീട്ടിലായിട്ട് പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് പള്ളിൻ്റെ അൽത്താരന്മാർ അലങ്കരിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അതേ ചെയ്യാണ് എല്ലാവരും കൂടി ഒന്ന് മുട്ട അലങ്കാരമാണ്, നല്ല കലക്കനാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. മൊത്തത്തിൽ പരിപാടി കളറാക്കാൻ വേണ്ടി പോകണ ഗൈസ്. എന്തൊരു ചെണ്ട വിത്ത് ഫിഷറുണ്ട്. മൊത്തത്തിൽ പ്രോഗ്രാം അടിച്ച് പൊളിക്കും ഞങ്ങൾ. എന്തായാലും വെയിറ്റ് ആൻഡ് സീ. മൊത്തത്തിൽ ഏകദേശം നല്ല കിടിലം ഭംഗിയുണ്ട് ഗൈസ് കാണാൻ. കുറച്ച് വെട്ടോ വരുമ്പോൾ അടിപ്പനായിരിക്കും. എന്തായാലും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എല്ലാം കാണിക്കാം. സമയം ഏകദേശം 4 മണിയാവാൻ പോകണം. 5 മണിക്കാണ് പരിപാടി. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പരിപാടിയൊക്കെ തീരുന്നുണ്ട്. ഏകദേശം പരിപാടിയൊക്കെ തീർത്തിട്ട് ഞാൻ വൈകുന്നേരം ഗൈസിന് പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇതാണ് പള്ളിയുടെ മൂട്. കുട്ടനുണ്ട്, ആശയുണ്ട്. ഇതൊക്കെ പ്രസിഡന്റ് സംഘങ്ങളാണ്. ഇതൊക്കെ പ്രസിഡന്റ് സംഘടനയിൽ കാണുന്ന വ്യക്തികളാണ് ഞങ്ങൾ. എല്ലാവർക്കും 21 പ്രസിഡന്റ് സമൂഹത്തിൻ്റെ തിരുനാളാശംസകൾ ഗൈസ്. എല്ലാവരും ഉണ്ട്. ഞാനൊക്കെ ഇടേണ്ടത് പള്ളിക്ക് ഇറങ്ങി പരിപാടിയിലാണ് ഗൈസ്. എന്തായാലും കുറച്ചൊക്കെ ഒതുങ്ങിയിട്ട് വരാം, കാണിച്ചു തരാം അടുത്ത പരിപാടിയൊക്കെ. പ്രതീക്ഷണത്തിന് നിന്നിട്ടിരിക്കുന്നതാണ്. വിഷമിച്ച് നമ്മുടെ വീടിൻ്റെ അവിടെ എത്താനായി. എല്ലാവരും തിരിച്ചു വരും. കഴിയുമ്പോഴേക്ക് നമുക്ക് 2 ഫിഷ് മ്യൂസിക് ഉണ്ട് ഗൈസ്, അത് കാണാം. എന്തായാലും പ്രതീക്ഷയൊക്കെ ഒന്നും കൂടി നിങ്ങൾ പോയത് കണ്ടിട്ട് വാ.
പ്രദക്ഷിണമൊക്കെ അടിച്ച് പൊളിച്ച് ഇതേ ചെണ്ട വിത്ത് ഫിഷൻ പ്രോഗ്രാം നടന്നിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ വിമല്, മാരിയോ, എമ്മാല്, അത് എല്ലാവരും ഉണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ പള്ളിപ്പെരുന്നാൾ പവറിലാണ് ഗൈസ്. അടുത്തൊരു വീഡിയോ വരാം. ഓക്കെ. പെരുന്നാളിന്റെ 4th ഡേ ആയിരുന്നു. പ്രദക്ഷിണം, ചെണ്ട, ഫിഷൻ എല്ലാ ഡിപ്പനായിരുന്നു. അടിച്ച് പൊളിച്ച് ഞങ്ങൾ എല്ലാവരും. ഇന്ന് പെരുന്നാളിന്റെ 5th ഡേ, ലാസ്റ്റ് ഡേ ഗൈസ്. ഇന്നത്തെ കൂടി കഴിഞ്ഞാൽ പെരുന്നാൾ തീർന്ന്. ഇന്ന് പെരുന്നാളിൻ്റെ ഈ പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ ഒരു ആഫ്റ്റർ പാർട്ടി വെച്ചിട്ടുണ്ട്. ആഫ്റ്റർ 6ന്റെ പ്രോഗ്രാം. ആ വീഡിയോ മൊത്തത്തിലൊന്ന് കാണുക, അതും കൂടി കണ്ടിട്ട് വാ ഗൈസ്. ഗൈസ് അങ്ങനെ ഫൈനൽ ഡേ ആയി ഗൈസ്. ലാസ്റ്റ് അടുത്ത ദിവസം കേട്ടോ. അതോടെ ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞ് നേരെ പള്ളി വന്നത്തേക്കാണ്. രാവിലെയാണ് പരിപാടി കേട്ടോ. ചേച്ചി നേരത്തെ വർഷത്തെ പ്രസിഡന്റുമാര് ഗൈസ് എല്ലാവരും ഉണ്ട് കേട്ടോ ഗൈസ്. മാതാവിൻ്റെ മൊത്തത്തിൽ രൂപം പൊളിമൂട് എന്നാലും സെറ്റാണ് കേട്ടോ പെരുന്നാള്. ഇന്നത്തെ പള്ളിൻ്റെ ഉള്ളിൽ മൂടിയത് അത് തന്നെ ഇന്നലത്തെ തന്നെ വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ ഗൈസ്. നല്ല അടിപ്പനാണ്, നല്ല രസമുണ്ട്. അങ്ങനെ ഗൈസ് പെരുന്നാൾ കഴിഞ്ഞ് ഗൈസ്. പെരുന്നാൾ കഴിഞ്ഞ് സന്ദേശമൊക്കെ മാറ്റുകയാണ് ഗൈസ്. നിതിൻ, എമാലി, അലോജി, ജിതിൽ, നിതിൻ, അലക്, ജിത്തു, അലൻ, മനു, ജിബി, ഡോണ്ടോ എല്ലാവരും ഉണ്ട്. ഈ വേഷം മാറ്റി പൊടിച്ച് ഈ പാർട്ടിയിലാണ് ഗൈസ്. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ ഒരു പാർട്ടി പ്രോഗ്രാം ഉണ്ട് ഗൈസ്. എൻ്റെ കൂടെ നിജീഷുണ്ട്, ഷിഫിനുണ്ട്. അപ്പോൾ നേരെ പള്ളിയിലോട്ട് പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോകണുണ്ട് ഗൈസ്. പാർട്ടി അറ്റൻഡ് ചെയ്യാൻ എടുത്തിട്ട് വരാം. അങ്ങനെ ഗൈസ് പരിപാടി തുടങ്ങി ഞങ്ങൾ പള്ളിയിലെത്തിയിട്ടുണ്ടല്ലോ. ഏതാണ് പരിപാടി? ണ്ട് യുവാക്കളും യുവതികളും അല്ലേ ഉണ്ട്. അവരെല്ലാരും ഒന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്കൊന്ന് കാണണ്ടേ? കേറി പോവാ മക്കളെ. സ്റ്റേജിലാട്ട് നമ്മുടെ പിള്ളേര് എല്ലാരും സ്വാഗതം ചെയ്യുകയാണ്. തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച പെരുന്നാൾ ഇത്രയും മനോഹരമാക്കി തീർക്കാൻ സാധിച്ചതിന് ദൈവത്തോട് തന്നെയാണ് ആദ്യം നന്ദി പറയുന്നത്. ഹലോ ഗായ്സ്, പിന്നെ നമുക്ക് രണ്ടാമത് നന്ദി പറയാനുള്ളത് അനീഷത്തിനെ തന്നെയാണ്. എന്ത് കാര്യം വന്നാലും ഒന്ന് ഓടിച്ചില്ലപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി സ്വന്തം ചേട്ടനെ പോലെ തന്നെയാണ് ഞങ്ങളെ എല്ലാവർക്കും കണ്ടേക്കണത്. സ്വന്തം അനിയന്മാരെ പോലെ തന്നെയാണ് ഞങ്ങളെ കണ്ട് ഇതുവരെ സഹകരിച്ച് നല്ല 5 ദിവസം നല്ല മനോഹരമായി തീർക്കാൻ പറ്റിയത് അന്വേഷണ കഴിവ് തന്നെയാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഹലോ, ഹായ്. അപ്പോ നമ്മുടെ കുട്ടാപ്പി പറഞ്ഞ പോലെ തന്നെ നമ്മള് അച്ഛന് നന്ദി പറഞ്ഞു. അതോടൊപ്പം നമ്മുടെ കൂടെ ഇന്ന് പള്ളിയിൽ ഈ 5 ദിവസം നമ്മളൊപ്പം സഹകരിച്ച നമ്മുടെ കൈക്കാരന്മാര്, നമ്മുടെ ബിനു ചേട്ടൻ, ടിക്സൺ ചേട്ടൻ, റോയിച്ചൻ ചേട്ടൻ, മൈക്കിൾ ചേട്ടൻ, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞങ്ങൾ പിള്ളേരാണ്,
അപ്പോൾ ഞങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് നിന്നിട്ടാണ് നമുക്ക് അവർ ചെയ്തു തന്നത്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇത്രയും ദിവസം നമ്മൾ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായി. അപ്പോ നമ്മുടെ ഇന്നലത്തെ ചെണ്ടമേള എല്ലാവർക്കും ഇഷ്ടായില്ലേ? അതെ. അപ്പോ ഇന്നലെ ചെണ്ടമേള അവതരിപ്പിച്ച സ്റ്റുഡൻസിനും പിന്നെ കഴിഞ്ഞ ദിവസം DJ അവതരിപ്പിച്ച ചേട്ടനും അതുപോലെ തന്നെ ബാൻഡും എല്ലാം അവതരിപ്പിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ഏറ്റവും അവസാനമായിട്ട് ഞങ്ങളുടെ അപ്പനും അമ്മമാർക്കൊക്കെയാണ് നന്ദി. കാരണം 4 വർഷം മുമ്പ് ഈ പെരുന്നാൾ നടത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമുള്ളൂ. അപ്പൊ അത് ഏറ്റെടുത്തപ്പോ ഞങ്ങളെല്ലാം ഭയങ്കര പിള്ളേരാ. അപ്പൊ ഒന്നും പറയാണ്ട് നിങ്ങൾ നടത്തിക്കോ പിള്ളേരെന്ന് പറഞ്ഞ് കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ അപ്പനും അമ്മക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ പെരുന്നാൾ വൻ വിജയമാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാ പരിപാടിയും എൻജോയ് ചെയ്ത് പവർ ആക്കോട്ടാ. ശരി. അങ്ങനെ ഞങ്ങളുടെ പൊളി എടുത്തിട്ടിരിക്കുന്ന പെരുന്നാളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പെരുന്നാൾ. നമ്മുടെ പിള്ളേരുടെ ഒളിമൂട് ജസ്റ്റീന അവസാന പാട്ട് ട്രിക്കന്മാര് വന്ന് തീരാക്കിക്കൊണ്ട് അവസാന പാട്ട് കേട്ടോ ഗൈസ്. പാട്ടെല്ലാവർക്കും മനസ്സിലായില്ലേ? Okay, so this is our last song. This is from Artistic. We all love you. എല്ലാവരും ഉണ്ട് ഗായ്സ്. എല്ലാ പരിപാടിയും ഇതാണ് നമ്മളെ ഗിറ്റാർ വായിച്ച ടോണി ചേട്ടൻ നമ്മുടെ ഗായ്സിന് വേണ്ടി. നമ്മളെ ഗിറ്റാറിന്റെ പൊളി മൂട് വായിച്ചാൽ. അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഓക്കെ ബൈ ബൈ.